ദിലീപിന്റെ ശബ്ദം ചെയ്തപ്പോഴേ അത് ആദ്യം എവിടെ അവതരിപ്പിച്ചത്? കോഴിക്കോടാണോ? നാട്ടില്. ഈ പെരുമണ്ണയിലുള്ള ആൾക്കാർക്ക് സഹിഷ്ണുത എങ്ങനെ? സമാധാനശീലരാ അവര് കയ്യേറ്റൊന്നുമില്ല അല്ലേ? കലാകാരന്മാരെ അടിച്ച പരിചയമില്ല അവർക്ക് അല്ലേ? ഓക്കെ. അപ്പൊ ഹരീഷ്, നമ്മുടെ ദിലീപിനെ ആ ഫുൾ പവറിൽ അന്ന് പിന്നെ സല്ലാപത്തിലെ ദിലീപേട്ടനെയാണ് അന്ന് ഞാൻ അവതരിപ്പിച്ചോണ്ട്. മറക്കേ എങ്ങനെ മറക്ക? ആ കണ്ണും ആ മൂക്കും മറക്കാൻ കഴിയില്ല. മറക്കാൻ പറയുമ്പോ മറക്കാനും, സ്നേഹിക്കാൻ പറയുമ്പോ സ്നേഹിക്കാനും. ഞാൻ ആരല്ലേ? ആരുമല്ല. സ്നേഹം തന്നതല്ലോ, പിടിച്ചു മേടിച്ചതല്ലേ. പരിഹസിക്കരുതിട്ടോ, വയറ്റി പഴപ്പാ. ജീവിച്ചു പൊക്കോട്ടെ. ഓക്കെ, സൂപ്പർ. അപ്പൊ ഈ ഇദ്ദേഹത്തിന്റെ ഫുൾ കോമഡി റേഞ്ചിൽ ഏതായിരുന്നു ഹരീഷ് ചെയ്തത്? പിന്നെ ഞാൻ ചെയ്തോണ്ടിരുന്ന മീശ മാധവനല്ലേ, മറ്റേ മാധവൻ കള്ളനാ, ചേക്കിന്റെ സ്വന്തം കള്ളൻ. പക്ഷേ മാധവൻ കട്ടൊന്നും ഈ ചേക്ക് വിട്ട് പുറത്ത് പോയിട്ടില്ല. കള്ളൻ മാധവന്റെ കാവലുള്ളപ്പോ ചേക്കിലെ തേവരെയും കൊണ്ട് പോവാൻ മീശയ്ക്ക് ഇത്രയും കട്ടിപ്പോരാ. ഇപ്പം പാപ്പച്ചി സാറേ. ഓക്കെ, അത് സൂപ്പറായി, സംഭവം സൂപ്പറായി. നിർമ്മലിന്റെ മിമിക്രിയുടെ ആക്രമണം ഏറ്റവും കൂടുതൽ നടന്ന പ്രദേശം എവിടെ? കേരളത്തിൽ കോഴിക്കോട് തന്നെ. കോഴിക്കോട് തന്നെ. ഇന്നിപ്പം കേരളത്തിൽ പല മിമിക്രി താരങ്ങളും 150-200 ആൾക്കാരെ അനുകരിക്കുന്നുണ്ട്. എനിക്കൊന്ന് അന്ന് എത്രയായിരുന്നു നിർമ്മലിന്റെ റേഞ്ച്? നിർമ്മലിക്ക് ഒരുപാട് 102 വരെയൊക്കെ പോയി അല്ലേ? അത് ആൾക്കാർക്ക് അന്നൊരു അത്ഭുതമായിരുന്നു. അന്ന് പിന്നെ ഇതുപോലെ ചാനലല്ലോ, പിന്നെ സ്റ്റേജില് മൈക്കായിട്ട് ആളുകളോട് ചോദിക്കുക ഏതാ വേണ്ടത് ചോദിച്ചിട്ട് ആൾക്കാരോട് ചോദിച്ചിട്ട് പറയുന്ന അല്ലേ? അപ്പൊ എനിക്കൊന്ന് നിർമ്മലിന്റെ ഈ ശബ്ദവും രൂപവും ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഏത് നടനോടാ? ഹരീഷിന് ഏതാ ഇഷ്ടം നിർമ്മല് ചെയ്യുന്നതിൽ? നിർമ്മല് പിന്നെ ഒന്ന് സിദ്ദിഖാന്റെ ഒരു പഴയ ടോൺ അവതരിപ്പിക്കാൻ, അത് ഭയങ്കര അടിപൊളിയാണ്. ഓക്കെ. അത് പിന്നെ കൊച്ചിൻ ഹനീഫ് ഖാന്റെ മറ്റേ ദേവാസുരം പടത്തിലത്തെ ഒരു ക്യാരക്ടർ. രണ്ടും ഇത് നമ്മൾ എഡിറ്റ് ചെയ്യത്തില്ല. കാര്യം ഒരു ആർട്ടിസ്റ്റിന്റെ വിനയമാണ് ഈ കണ്ടത്. ഞാനൊന്ന് ചുമച്ചോട്ടെ. ഓക്കെ, ഗുഡ് 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 ഗുഡ്. അൺഎഡിറ്റഡ് ആയിട്ട് പോവേ. റെഡി. സിദ്ദിഖാന്റെ ഒരു സന്ദേശത്തിലൊരു പഴയ സംഭവം അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നൊരു കാര്യമുണ്ട്. സ്കൂളിൽ ഫീസ് അടയ്ക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട് ഫൈനും എല്ലാം ആകുമ്പോൾ ക്ലാസ്സിൻ്റെ വാദിക്കുന്ന ഒരൊറ്റ വിളിയാ അമ്മ. കയ്യിലെ മുഷിഞ്ഞ നോട്ടും ചില്ലറയ്ക്കായിട്ട് വന്നിട്ട് മോനെ ഉദയാന്ന്. എന്നിട്ട് ആ കയ്യിലെ മുഷിഞ്ഞ നോട്ടും ചില്ലറയ്ക്കും തരും. ഒരു ലോട്ടറി കിട്ടിയ സന്തോഷത്തോടെ ഞാൻ പോട്ടെ, പാടത്ത് പണിക്കാരുള്ള അബദ്ധവും കാണിക്കും. പിന്നെ എനിക്ക് തോന്നുന്നത്, ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഋഷഭാബ സൂപ്പറായിട്ട് നിർമ്മൽ ചെയ്യുന്ന കണ്ടു. കാര്യം എനിക്ക് തോന്നുന്നത് ഋഷഭാബയുടെ ക്യാരക്ടറൊക്കെ അന്ന് പ്രത്യേകിച്ച് ആ പടമൊക്കെ ഇറങ്ങിയ ശേഷം അല്ലേ? ഞാൻ ആ ഡയലോഗ് അല്ലായിരുന്നു, വേറെ അല്ല. ഞാൻ അന്ന് ഋഷഭാബ കുറച്ച് ചർച്ച ചെയ്യപ്പെട്ട കാലമായിരുന്നത്. ഞാൻ എല്ലാവരും സ്ഥിരം ചെയ്യുന്ന ഇത് മാറ്റി പിടിക്കാൻ നോക്കാറുണ്ട് എല്ലാവരും. അപ്പം അമ്മച്ചി ഇത് ഞാനാ, ആ സാധനം മാറ്റണമെന്ന്. പിന്നെ അതിൽ ഞാൻ വേറെ കണ്ണൂർ സിനിമയിലെ എൻ്റെ പപ്പയെ നടുലോട്ടിട്ട് പട്ടിയെ പോലെ തള്ളിയിട്ടാ അവന്മാരിങ്ങോട്ട് വന്നത്. ഇനി പാർട്ടിക്കാരും പറഞ്ഞ ആരെങ്കിലും മാഹി പാലങ്ങൾ നിൽക്കണമെന്നാ പോലീസ് കണ്ടെടുത്തൽ കൂടുതൽ ആയതുകൊണ്ട് എൻ്റെ അടുത്ത് പൊട്ടിക്കും ഞാൻ. ഓക്കെ. നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രിയിലേക്കൊന്ന് പോയാലോ? ഞാൻ ഡയലോഗ് വിട്ടു. പണ്ടൊക്കെ ഡയലോഗ് നരേന്ദ്രപ്രസാദ് പറയും, അങ്ങനെ കഥകളൊക്കെ ആർക്കാ എന്താ പാടി നടക്കാൻ പറ്റാത്തേ, കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ ഗുണമുള്ളൂ. എന്നാ പിന്നെ ഗുണമുള്ളൊരു കാര്യം അങ്ങോട്ട് പറയട്ടെ. കരിപ്പള്ളി പപ്പനാഭൻ, എലിഫന്റ് ഡ്രൈവറായ പപ്പനാഭനെ കേശവൻകുട്ടിയെ നാന കുത്തിക്കുന്നു. കാര്യമെല്ലാം അന്വേഷിച്ചപ്പോൾ കേശവൻകുട്ടിയിൽ നിരപരാധിയാണെന്നും മുമ്പൊക്കെ ചേർക്കുന്ന ആനയുടെ കൊമ്പാണ് പപ്പനാഭൻ്റെ വയറ്റിൽ. ഞാൻ പറയില്ല, തെളിവും സാക്ഷിയും വിസ്തീരിച്ചാൽ മിസ്റ്റർ അപ്പൻ നമ്പുരാൻ എന്ത് പറയും? അല്ല, എന്ത് പറയും? പ്രണയിച്ചു, നമ്മൾ ഒളിച്ചോടിയല്ല, നേരെ ഓടി അല്ലേ? കല്യാണമൊക്കെ കഴിച്ചു, പണത്തിന് ബുദ്ധിമുട്ട്, സാമ്പത്തിക പ്രശ്നം കടുത്തായിരുന്നു അന്ന്. പിന്നെ ഇവക്ക് സ്കൂളിൽ ചെറിയൊരു പിന്നെ ജോലി ഉണ്ടായിരുന്നു. ആ ജോലി കണ്ടുകൊണ്ട് കെട്ടിയതാണ് അല്ല? കാര്യം നമുക്ക് പണിയില്ലെങ്കിലും വളരെ ചെറിയ ശമ്പളം. പിന്നെ എപ്പോഴെങ്കിലും എനിക്കൊരു അന്ന് പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് 300 രൂപയാണ് അന്നത്തെ. 300 രൂപയാണോ? 300 രൂപ പേയ്മെന്റ്. അങ്ങനെ അപ്പം ഈ മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ ആകെ ഈ വെക്ക് കിട്ടുന്ന ചെറിയ ശമ്പളമാണ് നമുക്ക്. അപ്പം പീടികന്ന് ഞാൻ വേറെ വീടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും ഇവളും മാത്രമേ ഉള്ളൂ വീട്ടിൽ. എൻ്റെ അമ്മ വളരെ ചെറുപ്പത്തിൽ മരിച്ചു പോയതാണ്. അപ്പം ആ സമയത്ത് അങ്ങനെ 750-800 രൂപയ്ക്ക് ഒരു മാസം പീടികയിൽ കൊടുക്കാണ്ടാവുക. അത് കൊടുക്കാൻ തന്നെ ഭയങ്കര അത്രയും പ്രോഗ്രാം ഉണ്ടാവില്ല. എന്നിട്ട് ഏകദേശം ആ സമയമാകുമ്പോൾ പീടിയെന്ന് ചോദിക്കും, അല്ല ഹരീഷേ നമ്മളെ ഇത് നടക്കൂ. അപ്പൊ ഇത് കിട്ടിക്കഴിഞ്ഞാലേ ഉള്ളൂ ഇത് സംഭവം കൊടുക്കാൻ പറ്റുള്ളൂ.
അന്ന് മിമിക്രി കഴിയുമ്പോൾ എല്ലാവരും പറയും ഇവൻ ഈ മിമിക്രി ആയിട്ട് നടക്കുന്ന നേരം കൊണ്ട് എന്തെങ്കിലും പണിക്ക് പോയിക്കൂടെ അല്ലെ വേറെ അങ്ങനെയാണ് SLC എഴുതാൻ വേണ്ടി രണ്ടാമത് പറഞ്ഞയച്ചത്. എന്തെങ്കിലും പാസ്സായി വേറെ എന്തെങ്കിലും പഠിച്ച എന്തെങ്കിലും എവിടെയും പുറത്തെവിടെയും പറഞ്ഞേക്കാം പോട്ടെ അങ്ങോട്ട് പറഞ്ഞു വിടുക പോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അവിടെ പോയിട്ട് SLC എഴുതി. അതൊന്നും നടന്നില്ല. ഈ കേരളാമതി പത്രത്തിന്റെ ഒക്കെ ബാക്ക് പേജിൽ ഈ കാതിയന്മാരുടെ ചെറിയ ബോക്സ് കോളത്തിൽ പരസ്യം വരും. ഞാൻ ഈയിടയ്ക്ക് ഇവിടെ റെക്കോർഡിംഗ് നടന്ന നിരണം രാജൻ വന്നു, കണ്ടപ്പോഴേ ഞാൻ ഓർത്തു. ഞാൻ പറഞ്ഞു കേരളയുടെ ബാക്ക് പേജ് കണ്ടിട്ടുണ്ട്, കാതികൻ നിരണം രാജൻ ബുക്കിംഗ് തുടരുന്നു. അതുപോലെ അങ്ങനെ എവിടെയെങ്കിലും പരസ്യം കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ ഇവന്റെ കാലിക്കറ്റ് സൂപ്പർ ജോക്സ് എന്ന് പറഞ്ഞിട്ടൊരു ട്രൂപ്പ് ഉണ്ടായിരുന്നു. ആ ട്രൂപ്പിന് ഇതേപോലെ പരസ്യം കാലിക്കറ്റ് സൂപ്പർ ജോക്സ് പ്രോഗ്രാമിന് ബുക്കിംഗ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കല്ലായി ചെയ്യുന്ന അതിന്റെ ഓഫീസ്, നിയാസ് കല്ലായി എന്ന് പറഞ്ഞ ഒരാളായിരുന്നു അതിന്റെ ഓണർ. അപ്പം ആ സമയത്ത് ഞങ്ങൾക്ക് അതിനൊരു കല്ലായി ഒരു ഓണർ ഉണ്ടായിരുന്നു. മുമ്പർക്ക് പ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ കാശുണ്ടായിരുന്നു. അപ്പൊ അത്യാവശ്യം പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അന്ന് ഒരു മാസം 10-20 പ്രോഗ്രാം ഒക്കെ ഉണ്ടാവും. നിങ്ങൾ എത്ര പേരുണ്ട് അന്ന്? ഞങ്ങള് വിനോദ് കോരി, ഞാന്, നിർമ്മല്, കുറെ ആൾ, ഡാൻസും മിമിക്രി, 2 മണിക്കൂർ ഷോ മൊത്തമായിട്ട്. കോരിപ്പോഴും സജീവല്ലേ? പിന്നെ വിനോദേട്ടൻ, ഞാന് വിനോദേട്ടൻ, ദേവരാജ്, ഞങ്ങളുടെ ഒരു ബെൽറ്റ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ പിന്നെ അരീഷ്, ഞാനും മാട്ട പ്രോഗ്രാമുകൾ ഞങ്ങൾ രണ്ടാളും ഞങ്ങളൊരു മീറ്ററിൽ കളിച്ചു. മാട്ട പ്രോഗ്രാം എന്ന് വെച്ചാൽ ചെറിയ പരിപാടികൾ. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞങ്ങള് കോമഡി ഫെസ്റ്റിവലിൽ നിന്നുള്ള ഷോ തുടങ്ങിയിട്ടുണ്ടെന്നു. അപ്പൊ നമ്മുടെ ഒരു സനൽ എന്ന് നമ്മുടെ സുഹൃത്തുള്ള ദുബായിലുള്ള മൂപ്പരാണ് ഞങ്ങളോട് ചേട്ടാ ഇങ്ങനെ ഒരു ഷോ ഉണ്ട്, നിങ്ങൾ എന്തായാലും പോകണം. അപ്പൊ ഞാൻ പറഞ്ഞു അരീഷിനും കൂട്ടി പോകാറ്. അപ്പൊ ഞങ്ങൾ ഇത് വിനോദേട്ടനില്ല, പകരം അരീഷിനും കൂട്ടി. അന്ന് ഇവരാണ് വിനോദേട്ടൻ, ദേവരാജൻ, നിർമ്മൽ, ഇവരാണ് അന്ന് പ്രോഗ്രാം ചെയ്യുന്നത്. ഇവരന്ന് അമൃത ഗ്രൂപ്പിലില്ലേ? ഞാൻ ആ സമയത്ത് ഈ നിർമ്മലിന്റെ പ്രോഗ്രാമിന് മാത്രം എന്നെ വിളിക്കും. ചെറിയ നിർമ്മൽ വിളിക്കുന്നതാണോ? അല്ല, പേഴ്സണലായിട്ട് അപ്പം ഞാനന്ന് പെയിന്റിങ് ആണ് സ്ഥിരം. അപ്പം അങ്ങനെയാണ് ഈ കോമഡീസിൽ വന്ന സമയത്ത് ഈ നിർമ്മൽ പറഞ്ഞ ഹരീഷിനെ നമുക്ക് ഉൾപ്പെടുത്തുന്നത്. അങ്ങനെയാണ് ഞാൻ ഹരീഷ് ഇതിൽ വന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഈ ടീം ഉണ്ടായത് V4U എന്ന് പറഞ്ഞ ടീം. രാജീവ് V4U എന്ന് പറഞ്ഞ നടത്തിയ ആളാണ് കൊയിലാണ്ടി. ആളുടെ ട്രൂപ്പിന്റെ പേരിൽ ഞങ്ങൾ ഇത് തുടങ്ങി.